പ്രജിത, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇഷ്ടമാണോ? അത്ര താല്പര്യമില്ല, എന്നാലും സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ആ സാധനം വിൽക്കാൻ ആരെങ്കിലും വന്നാൽ വാങ്ങുമോ? ഇല്ല. അത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചു പുത്തൻ പാക്കറ്റ് പൊട്ടിക്കാതെ വെച്ചിരിക്കുക, അത് പാതി വിലയ്ക്ക് തന്നേക്കാം എന്ന് പറഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ വാങ്ങും. പക്ഷെ അതൊരു ജൂനിയർ മാൻഡറൊക്കെ ആണെങ്കിലോ? അപ്പോൾ പ്രശ്നമാവും. ആർക്ക്? എനിക്ക്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ തുർക്കി. എർദോഗൻ പെട്ടു എന്ന് പറഞ്ഞാൽ എർദോഗനും ട്രംപും തമ്മിലൊരു മീറ്റിംഗ് നടന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ നാറ്റോയിലെ അംഗമാണ് ആര്? തുർക്കി. അപ്പോൾ നാറ്റോയിലെ അംഗമാണെങ്കിൽ എർദോഗൻ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളൊരു പരമാധികാര രാജ്യമൊക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനമൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞ് റഷ്യ പോയിട്ട് റഷ്യയിൽ S-400 മേടിച്ചു. S-400 മേടിച്ച് തുർക്കിയിൽ വെച്ചിട്ടുണ്ട്. അത് ഇവരെ പൊട്ടിക്കേണ്ടി വന്നിട്ടില്ല, സീല് പൊട്ടിക്കാതെ പാക്കറ്റ് പൊട്ടിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. ഉടനെ ട്രംപല്ല അമേരിക്ക പറഞ്ഞു, നീ അവിടെ റഷ്യയുടെ സാധനം മേടിക്കും അല്ലേ, എന്നൊരു കാര്യം ചെയ്യ്, നിനക്ക് ഞങ്ങൾ ഇനി സാധനങ്ങൾ തരുന്നില്ല, F-16 വിമാനം തരത്തില്ല, F-35 തരത്തില്ല, മാത്രമല്ല നീ ഇതും കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങളൊരു ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞ് നാറ്റോയിൽപ്പെട്ട ഒരു രാജ്യത്തിന് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തുർക്കിക്കാണ്. ആ ഉപരോധത്തിന് കാറ്റ്സ CAATSA എന്ന് പറയുന്നതാണ് ഉപരോധം. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, നോക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു ഉപരോധവും തുർക്കിക്ക് നേരെയുണ്ട്. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് ഈ സാധനം ജൂനിയർ മാൻഡ്രേക്കിൻ്റെ പ്രതിമ മേടിച്ച പോലെ S-400 മേടിച്ച് വെച്ചിട്ടുണ്ട്. ആർക്ക് നേരെ പൊട്ടിക്കും, ഇതുവരെ പൊട്ടിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റി? അമേരിക്ക പണങ്ങുകയും ചെയ്തു. അമേരിക്ക പറയുന്നത് S-400 അവിടെ കൊണ്ടുവച്ചാൽ S-400 റഷ്യയുടെയാണ്, അത് മേടിച്ച് നീ അവിടെ വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ F-15 F-16 അല്ലെങ്കിൽ F-14 F-35 തുടങ്ങിയ വിമാനങ്ങളൊക്കെ അങ്ങ് തന്നാൽ അതിൻ്റെ രഹസ്യങ്ങൾ ഇവന്മാർ പിടിച്ചെടുക്കും. ഇതിലൊന്നല്ലേ ഇവിടെ വന്ന് ഡെഡായി കിടന്നത്? F-35 ഇവിടെ വന്ന് കിടന്നു. നമ്മുടെ മറ്റേ ബ്രിട്ടീഷ് റോയൽ നേവിയിൽ നിന്ന് വന്ന ഒരു സാധനം പറന്ന് വന്നിട്ട് അവിടെ നിന്ന് പൊങ്ങാതെ അവിടെ കിടന്നു. F-35 ഇങ്ങനെ ചില കുഴപ്പങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും F-35 എന്ന് പറഞ്ഞ മെഷീൻ ഫ്ലൈയിങ് മെഷീനാണല്ലോ, വിമാനം, അതത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ല. ഇന്ന് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ മികച്ച വിമാനങ്ങളിലൊന്നും തന്നെയാണ്. അപ്പോൾ നമ്മൾ ചില സംഭവങ്ങളുണ്ടായി, നമുക്ക് അമേരിക്കയോടുള്ള ഇഷ്ടക്കേടും ഒക്കെ കൊണ്ട് അപകടത്തിൽപ്പെട്ട് എത്രയോ ബെൻസുകാർ ചിലപ്പോൾ വഴി കിടക്കാറില്ലേ, ബെൻസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും എന്ന് പറയുന്ന പോലെ ഒരു F-35 കൂടെ വന്നിട്ട് അപകടത്തിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് F-35 എന്നുള്ള വിമാനങ്ങൾ ആകെ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നമ്മുടെ നാട്ടിൽ നടന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അതൊരു ലോകത്തിലെ മികച്ച 5ാം തലമുറ സ്റ്റെൽത്ത് കാറ്റഗറിയുള്ള വിമാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തുർക്കിക്ക് വേണം, തുർക്കിക്ക് ഇത് വേണം എന്നിരിക്കെ തുർക്കി കഴിഞ്ഞ ദിവസം എർദോഗൻ ട്രംപുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ആദ്യം മറ്റേ സാധനം എടുത്ത് മാറ്റാം, S-400 അങ്ങ് മാറ്റണം. S-400 സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ഇവർ പാകിസ്ഥാൻ നമുക്ക് നേരെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചില മിസൈലുകൾ അയച്ചപ്പോൾ അതിനെ 375 കിലോമീറ്റർ റേഞ്ചിൽ നിന്നിട്ട് നമ്മൾ S-400 അടിച്ച് തകർത്തു. അതായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും ദൂരത്തിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ട് തകർക്കുന്നത്. അങ്ങനെ S-400 ലോകത്തിലെ HQ-9 പാകിസ്ഥാൻ്റെ ഉണ്ടായിരുന്നു, ചൈന കൊടുത്ത HQ-9 വെച്ചിട്ടാണ് അവർ പ്രതിരോധിക്കാൻ നോക്കിയത്. പക്ഷേ ആ സാധനം തന്നെ നമ്മൾ അടിച്ചു തീർത്തു, അതുണ്ടായിട്ടല്ലേ പിന്നെ പ്രതിരോധിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം അടിച്ചു തീർത്തത് അവൻ്റെ HQ-9 ആണ്. പക്ഷേ നമ്മുടെ S-400 9 തവണ മറ്റോ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ, കാരണം അതിൻ്റെ മിസൈലുകൾക്ക് ഭയങ്കര വിലയാണ്. പകരം നമ്മൾ നമ്മുടെ ആകാശമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രതിരോധം സന്നാഹം ഒരുക്കിയതും അവൻ്റെ ഡ്രോണുകളെയൊക്കെ നമ്മൾ അടിച്ചു തീർത്തത്. ഏതായാലും ഈ S-400 മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ F-35 അടക്കമുള്ള പ്രൊജക്റ്റുകൾ ഇനി തുർക്കിക്ക് തരൂ എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു. അപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ അംബാസഡർ ടോം ബാറക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ചർച്ച നടത്തി, ഞങ്ങൾ അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകാൻ പോകുന്നു, ഇതുവരെ പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താൻ പോവുകയാണ്, എന്നിട്ട് S-35 പ്രൊജക്റ്റ് ഞങ്ങൾ പുനരാരംഭിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം അവിടെ നിന്ന് മാറ്റും. എങ്ങോട്ട് മാറ്റും? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഈ തുർക്ക്മെനിസ്ഥാനിലെ അഷ്കാബ ആലിൽ എർദോഗനും പുട്ടിനും കൂടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പം എർദോഗനും ട്രംപും തമ്മിൽ നടത്തിയ ഒരു ചർച്ച സ്വാഭാവികമായി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ പറഞ്ഞു കാണും, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ ഈ ഭണ്ഡാരം എടുത്ത്
സാറ് കൊണ്ടുപോക്കാളാവോ എന്ന് ചോദിച്ചു കാണും. പുട്ടിൻ തന്നെ തിരിച്ച് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു കാണും. അപ്പോൾ പുട്ടിൻ്റെ സംശയം വന്നു കാണും, ഇവൻ ഇവിടെ വെച്ചിട്ട് ഇതിനകത്തുള്ള സാധനമൊക്കെ അഴിച്ച് പരിശോധിച്ച് അമേരിക്കയ്ക്കൊക്കെ കൊടുത്ത് കാണുമോ എന്ന് പുട്ടിനൊരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. അത് ഇഷ്ടക്കേടിൻ്റെ ഫലമാണോ എന്നറിയത്തില്ല. ഒഡേസ തുറമുഖത്ത്, ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ഈ ചർച്ച കഴിഞ്ഞ് ട്രംപും എർദോഗനുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. ഇന്നലെ തുർക്ക്മെനിസ്ഥാനിൽ പുട്ടിനും എർദോഗനുമായിട്ടുള്ള ചർച്ച നടന്നു. അപ്പോൾ S-400 പ്രശ്നം ഇങ്ങനെ കിടക്കുകയാണ്. അത് ഉറപ്പായിട്ടും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച കഴിഞ്ഞ് പിരിഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഷഹബാസ് ഷെറീഫ് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാൻ പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ 44 മിനിറ്റ് ഇരുത്തി അപമാനിച്ചത് വളരെ മോശമായിപ്പോയി, സങ്കടമുണ്ട് കേട്ടോ, നമ്മൾ നാളെയും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് പുട്ടിനുമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ തുർക്കിയുടെ ഒരു കപ്പൽ ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് കിടപ്പുണ്ടായിരുന്നു. ആദ്യം ഇന്നലെ റഷ്യ അടിച്ച് താർത്ത് കളഞ്ഞു. അറിയത്തില്ല, പുട്ടിനല്ലേ എന്തും ചെയ്യാം, പുട്ടിനല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നം ഈ S-400 എന്ത് ചെയ്യും? അതൊരു പക്ഷേ പാക്ക് ചെയ്ത് റഷ്യക്ക് കൊടുക്കുമോ? പക്ഷേ അമേരിക്ക ആവശ്യപ്പെടുന്നത് അവിടെ അദാന എന്ന് പറയുന്ന ഒരു US വ്യോമതാവളമുണ്ട്. US വ്യോമതാവളത്തെക്കുറിച്ച് അദാന US എയർബേസിനെ കുറിച്ച് തുർക്കിയിലുള്ളതാണ് പറയുന്നത്. അവിടെ അമേരിക്കയുടെ B-61 ന്യൂക്ലിയർ ബോംബുകൾ അമേരിക്ക ഈ നാറ്റോ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ഓരോ സേനാ വ്യൂഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അമേരിക്കയുടെ ആണവായുധങ്ങൾ ഈ നാറ്റോ രാജ്യങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. അദാന എയർബേസിലാണ് അമേരിക്ക തുർക്കിയിൽ അവരുടെ അണുബോംബുകൾ വെച്ചിരിക്കുന്നത്. അവിടെ അദാനയിലേക്ക് മാറ്റണം എന്ന് അമേരിക്ക പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അമേരിക്ക പറഞ്ഞതനുസരിച്ച് അദാനയിലേക്ക് S-400 മാറ്റിയാൽ തുർക്കി കയറി മിക്കവാറും പുട്ടിൻ വേയും. അല്ലെങ്കിൽ തന്നെ പുട്ടിൻ വേഞ്ഞു. കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നാറ്റോയുടെ കപ്പൽ ഇന്നലെ ഒഡേസ തുറമുഖത്ത് പുട്ടിൻ ആക്രമിക്കുന്നത്. അപ്പോൾ നാറ്റോയിലെ കരാർ എങ്ങനെയാണെന്നറിയോ? നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആക്രമിച്ചവനെ ആക്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നാറ്റോയിൽപ്പെട്ട തുർക്കിയുടെ കപ്പൽ ഇന്നലെ ഒഡേസയിൽ റഷ്യ അടിച്ചു തകർത്തിട്ടുണ്ട്. തുർക്കി എന്ത് ചെയ്യും? തുർക്കി പറയും, അല്ല ചേട്ടാ വേണ്ട, എന്നെയല്ലേ തല്ലേ, നിങ്ങളൊന്ന് ക്ഷമിച്ചു തരും, ഞാനും ചേട്ടനും തമ്മിൽ ചില ഇടപാടുകളുണ്ട്, ഇവർ തമ്മിൽ ചില അണ്ടർ ദ ടേബിൾ ഇടപാടുകൾ പുട്ടിനുമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രശ്നം അദാനയിലേക്ക് മാറ്റാനായിട്ട് റഷ്യ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും? ഇതിപ്പോൾ ഈ പുള്ളിക്കാരൻ ചേട്ടാ ഇതൊന്ന് സ്വീകരിക്കുമോ S-400 എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ തുർക്കി ഇരിക്കുന്നത്. അപ്പോൾ തുർക്കി ഇനി അതെടുത്ത് പാകിസ്ഥാന് കൊടുക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. തുർക്കി ഒരുപാട് സാധ്യതകൾ, ഡ്രോണുകൾ ഒക്കെ പാകിസ്ഥാന് കൊടുക്കും. പാകിസ്ഥാന് കൊടുത്താൽ വേറൊരു പ്രശ്നമുണ്ട്. പാകിസ്ഥാന് കൊടുത്താൽ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആയുധ സപ്ലയർ ആരാന്നറിയോ? ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ചൈനയാണ്. ചൈന മുടങ്ങും. ചൈനയുടെ HQ-9 ആണ് പാകിസ്ഥാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം S-400 എടുത്ത് തുർക്കി സംഭാവനയായിട്ട് കൊടുക്കുന്ന സാധനം മേടിച്ചവിടെ വെച്ചാൽ ചൈന കയറി ചിലപ്പം പാകിസ്ഥാനിട്ട് പണിയും. അപ്പോൾ ഇത് നമ്മുടെ അലി അക്ബറിൻ്റെ രാമസിംഗിൻ്റെ സിനിമയിലെ ജൂനിയർ മണ്ട്രേക്കിൻ്റെ പ്രതിമ പോലെ ആയിരിക്കുകയാണ് ഈ S-400. അപ്പോൾ ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മോദിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ ചേട്ടനാകെ പറഞ്ഞിരിക്കുകയാണല്ലോ, ഈ സാധനം വെക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല, ആർക്ക് കൊടുത്താലും പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പതുക്കെ പുള്ളിയെ വിളിച്ചേട്ടാ ആ സാധനം ഇങ്ങനെ തരും, നമ്മൾ മേടിച്ചോളാം, ആക്രി വിലയ്ക്ക് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ഓഫറാണ്. ശത്രുവാണെങ്കിലും ശത്രുവിന് ആപത്ത് വരുമ്പോൾ നമുക്ക് സഹായിക്കുമല്ലോ, നമുക്കത് കിട്ടിയാൽ വലിയ കാര്യമാണ്. പക്ഷേ മിക്കവാറും ഈ സാധനം റഷ്യ തന്നെ റഷ്യ വന്ന് പൊളിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ലോകത്തെല്ലാവരും കാക്ഷിക്കുന്ന ഒരായുധമാണ്, ഒരു പ്രതിരോധ ആയുധമാണ് S-400. അത് തുർക്കിക്ക് കിട്ടിയതിപ്പോൾ തുർക്കിക്ക് പുലിവാലായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ 5 സ്ക്വാഡ്രൺ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, 3 എണ്ണമാണ് വന്നിരിക്കുന്നത്, 2 എണ്ണം നമുക്ക് ഇനി വരാനുണ്ട്. ഈ 2026 ആദ്യം കിട്ടും. 2 സ്ക്വാഡ്രണുകളുണ്ട്. നമ്മൾ കൂടുതൽ 5 എണ്ണം കൂടെ വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. S-500 എന്ന് പറയുന്ന പ്രൊമിത്യൂസ്, S-400 ട്രയംഫാണ്. S-500 പ്രൊമിത്യൂസ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനുണ്ട്. അത് നമ്മൾ വാങ്ങാൻ മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഇന്ത്യ ഇപ്പോൾ പുട്ടിനുമായിട്ട് നടത്തിക്കൊണ്ട്. S-500 നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടെക്നോളജി ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് നമ്മൾ ബ്രഹ്മോസ് റഷ്യൻ കൊളാബറേഷൻ ആണല്ലോ എന്ന് പറയുന്ന പോലെ S-500 ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള പദ്ധതിയെക്കാട്ടും നമ്മൾ പോകുമ്പോഴാണ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 ഈ പറഞ്ഞ പോലെ കൊട്ടയിലും കൊള്ളൂല പോക്കറ്റിലും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് തുർക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊരു വല്ലാത്ത കളിയായിപ്പോൾ. ഈ സാധനം മേടിച്ച് കയ്യിൽ വെച്ച എർദോഗന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരിക്കുന്നു. ഇത് ലോക ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. S-400 എന്ന് പറയുന്ന മൻഡ്രക്കിൻ്റെ പ്രതിമയായി ഇപ്പോൾ എർദോഗൻ നിൽക്കുന്ന ഒരു ചിത്രം
ചിലൊരു കാർട്ടൂൺ ഞാൻ കണ്ടു. വലിയ രസമുണ്ട് ആ കാർട്ടൂൺ കാണാൻ.